പ്രണാമം. മനസ്സിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ശ്രവണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രം എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് ഒരു കൃത്യസമയത്ത് കേട്ടുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെയുള്ള ഒരു മന്ത്രം ഞാൻ ഒന്ന് പറയാം. ഗായത്രി മന്ത്രം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഇത് എത്ര പ്രാവശ്യം കേൾക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം കേൾക്കുക. അത് നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ട്രൈ ചെയ്ത് നോക്കുക. അത് കേൾക്കുന്നില്ലെങ്കിൽ സ്വന്തം തന്നെ അത് ജപിച്ച് ഇരുന്നാലും മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടും. ഇനി അതുമല്ലെങ്കിൽ രാമ 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 എന്ന് ഒരു 15 മിനിറ്റ് ദിവസവും നിങ്ങൾ ശ്രമിച്ച് നോക്കണം. അല്ലാതെ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അല്ലേ? നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ അതിന് ഫലം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അല്ലാതെ അതിനൊരു ഫലമില്ല എന്ന് പറഞ്ഞിട്ടല്ല. നിത്യം അത് ചെയ്താൽ മതി. ഇതിന് രാമരാമ എന്ന് വേണമെന്നില്ല, മരാമര എന്ന് ജപിച്ചാലും മതി. ഇനി രാമരാമൻ തന്നെ വേണമെന്നില്ല. അല്ലെങ്കിൽ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവർ അല്ലാഹുവിനെ ജപിച്ചാൽ മതി, അല്ലെങ്കിൽ യേശുവിനെ ജപിച്ചാൽ മതി. ഇന്നതൊന്നുമില്ല. നമ്മൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ട ഒരു മന്ത്രം നമ്മൾ കണ്ടെത്തി അത് സ്ഥിരമായി ജപിക്കുന്നതിലൂടെ നിങ്ങളൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മാസം 2 മാസമെങ്കിലും ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫലം കാണൂ. നാളെ തന്നെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. ആദ്യം നമുക്കത് പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ തന്നെ പറ്റൂല. നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ച് ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം ശ്രദ്ധിക്കുമ്പോൾ തന്നെ പോകും. അത് ഘട്ടം ഘട്ടമായി 1 ശ്രദ്ധിക്കാൻ പറ്റും, 2 ശ്രദ്ധിക്കാൻ പറ്റും, 3 പ്രാവശ്യം ശ്രദ്ധിക്കാൻ പറ്റും, 4 പ്രാവശ്യം ശ്രദ്ധിക്കാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരിക. അതാണ് മനസ്സിൻ്റെ ഏകാഗ്രത. അതിനൊക്കെയുള്ള മാർഗ്ഗങ്ങൾ ഇതേയുള്ളൂ, മറ്റൊരു വഴികളുമില്ല. അപ്പോൾ ഇത്തരം പ്രാക്ടീസുകളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒക്കെ ഒരു അനുഭവവേദ്യമായ കാര്യമാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.